പ്രശാന്ത് ഏട്ടാ, പാകിസ്ഥാനും ചൈനയും ഒക്കെ ഞെട്ടിയിരിക്കുകയാണ് എന്നതാണ് വാർത്ത. അപ്പാച്ചെ ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പാച്ചെ ഇന്ത്യയിലേക്ക് വരുന്നതിന് എന്തിനാണ് ഇവർ ഞെട്ടുന്നത്? അതൊരു ചോദ്യമാണ്. ഈ ആരാണ് അപ്പാച്ചെ? എന്തിനാണ് ഇന്ത്യയിലേക്ക് ഈ അപ്പാച്ചയുടെ കടന്നു വരവ്? അതായത് പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. ചൈനയും പാകിസ്ഥാനും ഒക്കെ സത്യത്തിൽ ഞെട്ടി വരച്ചിരിക്കുകയാണ്. ഈ അപ്പാച്ചെ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ്. അത് 3 ഹെലികോപ്റ്ററുകളാണ്. AH-64 3 ഹെലികോപ്റ്ററുകളാണ്. 3 ഹെലികോപ്റ്ററുകളാണ് അപ്പാച്ചെ. AH-64 അപ്പാച്ചെ അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് യുദ്ധമുഖത്ത് ഉപയോഗിക്കേണ്ടുന്ന ഒരു എന്താ പറയുക ഹെലികോപ്റ്ററുകളാണ്. അത് ഇന്ത്യൻ വ്യോമസേനയുടെ ഇതിലേക്ക് വരികയാണ്. നേരത്തെ നമുക്ക് ഇത് ശരിക്കും അമേരിക്കയിലെ ബോയിങ് കമ്പനി ഉണ്ടാക്കുന്നതാണ് സാധനം. നമുക്ക് മുമ്പും പക്ഷേ ഏറ്റവും വലിയ തീവ്രമായ നാശം വിതയ്ക്കാൻ പറ്റുന്ന അപ്പാച്ചകളാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. അത് 3 എണ്ണം ആദ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇത് ഈ 2022 നമ്മൾ അതിനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. നമ്മുടെ രാജ്യം നമ്മുടെ പ്രതിരോധ സേനയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് കരാറിൽ ഒപ്പുവെച്ചത്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പടിഞ്ഞാറൻ അതിർത്തിയിൽ അതായത് ഈ കാശ്മീർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ, രാജസ്ഥാൻ, പഞ്ചാബ് അതിർത്തികളിൽ, പിന്നെ അതുപോലെ തന്നെ ഈ അധികം ആരും താമസിക്കാത്ത പ്രദേശങ്ങളുണ്ടല്ലോ, ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിടുന്ന നെഹ്റു പറഞ്ഞ പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത മരുഭൂമി പോലത്തെ പ്രദേശം, അതിർത്തി പ്രദേശം, അവിടെയൊക്കെ ഇത് സൈനികർക്ക് വലിയ പിന്തുണ നൽകും ഈ ഹെലികോപ്റ്റർ. കാരണം ഇത് വളരെ തീവ്രമായ നാശം വിതയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്രമണം സംഘടിപ്പിക്കാൻ ഈ ഹെലികോപ്റ്ററിന് പറ്റും. അതായത് കടന്നു കയറി അറ്റാക്ക് ചെയ്യുന്ന. അതെ, മാത്രമല്ല താഴെ ഭൂമിയിൽ കരസേന അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ അവരുടെ കൂടെ പോയി അവരെ പിന്തുണച്ച് ആകാശത്ത് നിന്ന് ശത്രുക്കളുടെ മേൽ നാശം വിതയ്ക്കാൻ ഈ ഹെലികോപ്റ്ററിന് കഴിയും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ അത് കൂടാതെ ഇത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിക്കും എന്നുള്ളത് വ്യക്തമാണ്. ഈ അമേരിക്കൻ നിർമ്മിതം ആണ്, ബോയിങ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ബോയിങ് 30 ആ NSC പെട്ടതാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. അതിൻ്റെ കൂടുതൽ സാങ്കേതിക വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇത് AH-64E അപ്പാച്ചെ, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നമുക്ക് കിട്ടുന്നത്. ഇത് ഇരട്ട ടർബോ ഷാഫ്റ്റ് എഞ്ചിനാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേഗവും ഈ ഒഴിഞ്ഞു മാറാനുള്ള ഇതും പ്രത്യാക്രമണം നടത്താനുള്ള ശേഷിയും ഒക്കെ ഇതിൻ്റെ ഈ വേഗത്തെ, സ്പീഡിനെയും കൂടി ആശ്രയിച്ചാണല്ലോ ഇതെല്ലാം പോകുന്നത്. അതേപോലെ യുദ്ധം നടക്കുമ്പോൾ ഈ വേഗത പരമാവധി കുറച്ചുകൊണ്ട് ഇടേണ്ട സ്ഥലമുണ്ട്. വേഗം വളരെ കൂട്ടി തന്ത്രപരമായിട്ട് രക്ഷപ്പെട്ടു പോകേണ്ടതുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതിനുള്ള പ്രത്യേകത, ഇതിൽ 2 ക്രൂ അംഗങ്ങൾക്ക് ഇരിക്കാം. ഇതിൻ്റെ കോക്പിറ്റിൽ 2 പേർക്ക് ഇരിക്കാം. അതായത് ഓടിക്കുന്ന ആളിനും ഒപ്പം ഒരാളിനും. പിന്നെ ഇതിന് ഒരുപാട് ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. പിന്നെ അത്യാധുനിക സെൻസറുകളുണ്ട് ഇതിൽ. അത്യാധുനിക സെൻസറുകളുണ്ട്. ശത്രുക്കളുടെ നീക്കം പെട്ടെന്ന് പിടിക്കാൻ. രാത്രി കാഴ്ചയുണ്ട്, നൈറ്റ് വിഷൻ ഇതിന് സാധിക്കും ഈ ഹെലികോപ്റ്ററിന്. അപ്പം AI എന്ന സാങ്കേതിക വിദ്യ കാര്യമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തം. പിന്നെ അതുപോലെ ഇതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ബോഡിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ പിന്നെ ചെയിൻ ഗൺ, നമ്മൾ ഈ മാല പോലെ ഇട്ട് വെടിവെക്കുന്ന ഇതുണ്ടല്ലോ, ഈ ബുള്ളറ്റുകൾ മാല പോലെ ഇരിക്കും. നമ്മുടെ ലൈറ്റ് മിഷൻ ഗണ്ണിലൊക്കെ കയറ്റിവിടുന്ന മാതിരിയുള്ള അതാണ്. അത് MMM 230 ചെയിൻ ഗൺ ഇതിൽ ഉണ്ട്. അത് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെയിൻ ഗൺ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓടിക്കുന്നയാളിനും കൂടെയുള്ള ആളിനും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഹെലികോപ്റ്റർ ഇരുന്നുകൊണ്ട്. അതും മാരകമായ പ്രഹരശേഷി കൊടുക്കുന്നതാണ്. ഈ എന്താ പറയുക, ഭൂമിയിൽ കടന്ന് നമ്മളെ ആക്രമിക്കാൻ വരുന്ന കരസേനയെ തിരിച്ചറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ, പ്രത്യാക്രമണം നടത്താൻ ഇത് സഹായിക്കും. റോക്കറ്റ് ലോഞ്ചറുകളെയൊക്കെ നശിപ്പിക്കാനും ഇതിന് പറ്റും. അത്തരം സംവിധാനങ്ങളുണ്ട്. പിന്നെ AGM-114 ഹെൽ ഫയർ മിസൈലുകൾ, ഹൈഡ്രോ 70 റോക്കറ്റ് പോഡുകൾ, ഈ ആയുധങ്ങളെല്ലാം വഹിക്കാൻ, ഇതിൻ്റെ ചിറകിനടിയിൽ വഹിക്കാനുള്ള സ്റ്റബ്, അങ്ങനെ ഒരു സംവിധാനം അതിലുണ്ട്. അപ്പോൾ അത്യാവശ്യം വലുതാണ്. 4 ഹാർഡ് പോയിന്റുകളുണ്ട് ഇതിന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിൻ്റെ എന്താ പറയണ്ടേ,
വിവിധ തലങ്ങളിൽ മൾട്ടി മിഷൻ അറ്റാക്ക് എന്നാണ് അവർ സാങ്കേതികമായിട്ട് സൈന്യം പറയുന്നത്. അതായത് ഒരു മിഷൻ മാത്രമല്ല, മൾട്ടി മിഷനാണ്. അനേകം മിഷനുകൾ ഇതിന് ഒരേ സമയം ചെയ്യാൻ പറ്റും. ഇതിൽ അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ മിസൈലുകൾ ഘടിപ്പിക്കാൻ പറ്റും, അല്ലാതെയുള്ള ഈ യന്ത്ര തോക്കുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ വരവിനെ ചൈനയും പാകിസ്ഥാനും ഭയക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയാൽ നമ്മുടെ വ്യോമസേനയുടെയും നമ്മുടെ കരസേനയുടെയും ശക്തി വർദ്ധിക്കും. ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും അറിയാം നന്നായിട്ട്. അതുപോലെ തന്നെ ഇതിന് മികച്ച ആശയവിനിമയ സൗകര്യമുണ്ട് ഇതിൽ. അങ്ങനെയൊന്നും ഇതിൻ്റെ ഈ ആശയവിനിമയ സൗകര്യം നഷ്ടമാകത്തില്ല. ഒന്ന്. രണ്ടാമത്തെ മറ്റൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ അതിജീവന ശേഷി കൂടുതലാണ്. അതായത് അത്ര പെട്ടെന്നൊന്നും ഇതിനെ തകർക്കാൻ കഴിയില്ല. ഇതിൻ്റെ ബോഡിയും ചേസും ഒക്കെ വളരെ ബലവത്താണ്. വരുന്ന ഏത് ആക്രമണത്തെ അതിന് അത്യാവശ്യം അതിജീവിച്ച് നിൽക്കാൻ പറ്റും. അതുപോലെ പൈലറ്റുമാർക്ക് ഇത് ഓടിക്കുന്ന ആളിനും അകത്തിരിക്കുന്ന വ്യോമസേനാംഗത്തിനും വലിയ രീതിയിലുള്ള ഓപ്ഷനുകളുണ്ട്. അതായത് ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട്. അതൊക്കെ സേനാ രഹസ്യങ്ങളാണ്. നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഗുണം ഇതിനുണ്ട്. പിന്നെ ഇത് പറന്നുയരാനും വന്നിറങ്ങാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ വളരെ പരിമിതമായിട്ട് അതിന് മതി. എന്ന് മാത്രമല്ല, ഈ ഡ്രോണുകൾ ചെയ്യുന്ന മാതിരിയുള്ള പല കാര്യങ്ങളും അത് കുറേ കൂടെ വിപുലമായ രൂപത്തിൽ ഇതിന് ചെയ്യാൻ പറ്റും. ചാരപ്രവർത്തനം ഇതിന് സാധിക്കും. വന്ന് വളരെ ഉയരത്തിൽ പറന്നുകൊണ്ട് താഴെ നിരീക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അതിന് സാധിക്കും എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ബോയിങ്, പൊതുവെ ബോയിങ് എന്നുള്ള കമ്പനിയെക്കുറിച്ച് അതിൻ്റെ ഈ അവർക്ക് വിവിധതരം ഇതൊക്കെ അവർ നിർമ്മിക്കുന്നുണ്ട്. പ്ലെയിനുകൾ പോലെയുള്ളത്, യുദ്ധവിമാനങ്ങൾ ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ബോയിങ്ങിൻ്റെ എഞ്ചിന് തന്നെ വലിയ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ഒരു അവരുടെ ഒരു നിർമ്മാണ വൈദഗ്ധ്യം തുളുമ്പി നിൽക്കുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു ആയുധം തന്നെയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു ഹെലികോപ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. സർവ്വസജ്ജമായ എല്ലാ ആയുധങ്ങളും അത്യാവശ്യം വിന്യസിച്ചിരിക്കുന്ന ഒരു ചെറിയ യുദ്ധവിമാനത്തിന് തുല്യമായ ഒന്നാണ് ഈ ഹെലികോപ്റ്റർ, ഈ അപ്പാച്ചെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പാച്ചയുടെ വരവ് പാകിസ്ഥാനെയും ചൈനയും വളരെയധികം വിറളി പിടിപ്പിക്കും. അല്ല, ഇതിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിൽ അതുപോലെ തന്നെ ഈ സുരക്ഷാ രംഗത്തൊക്കെ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് ഈ പറയുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകളെക്കാൾ കൂടുതലായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി നമ്മൾ ഈ പ്രതിരോധ രംഗത്ത് മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇപ്പോൾ പറഞ്ഞതിന് ഞാനൊരു തെളിവ് തരാം. സിയാച്ചിനിലൊക്കെ പണ്ട് കാവൽ നിന്നിരുന്ന പട്ടാളക്കാർ അതിശൈത്യം മൂലം മരണപ്പെട്ടു. അവർക്ക് സമയത്തിന് ഭക്ഷണം കിട്ടില്ല, സമയത്തിന് എന്താ പറയണ്ടേ, ഈ അവിടെ ഓക്സിജൻ മറ്റേ ഇതിൽ കൊണ്ടുപോയാണ്, സിലിണ്ടറുകളിൽ കൊണ്ടുപോയാണ് ഓക്സിജൻ പലപ്പോഴും സപ്ലൈ ചെയ്തത്. അതൊന്നും സമയത്തിന് കിട്ടില്ല. അവർ വലിയ ദുരിതത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്ത ആഹാരം വളരെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ തനിമയോടും കൂടി ചൂട് നഷ്ടപ്പെടാതെ, അത് 0 ഡിഗ്രിക്ക് താഴെയാണ് അവിടുത്തെ താപനില, അവിടെ എത്തും. അതുപോലെ ഉച്ചയ്ക്കുള്ള ആഹാരം, അതുപോലെ വൈകിട്ട് രാത്രിയിൽ, അതുപോലെ സുരക്ഷാ കവചങ്ങൾ, ബുള്ളറ്റ് പ്രൂഫ് ആയുധങ്ങൾ. പിന്നെ പണ്ടാണെങ്കിൽ അവിടുന്ന് ഒരാളിന് പെട്ടെന്ന് സുഖമില്ലാതെയായാൽ ഇങ്ങനെ താഴേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് പിന്നെ ഹെലികോപ്റ്ററൊക്കെ പോയി. ഇപ്പം അങ്ങനെയല്ല, മിനിറ്റ് വെച്ചിട്ടാണ് അതൊക്കെ നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമല്ല. മോഡി വന്നതിന് ശേഷം അവർ പറയുന്നു, ഞങ്ങൾക്ക് സിയാച്ചിനിൽ ഈ കാലാവസ്ഥ പ്രതികൂലമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതല്ലാതെ മുമ്പ് ആഴ്ചയിൽ മരണമായിരുന്നു. എങ്കിൽ ഇപ്പോൾ സിയാച്ചിനിൽ നമുക്കറിയാം, അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ടല്ല ആൾക്കാർ മരിച്ചിരുന്നത്. അവിടെ യുദ്ധം കാലാവസ്ഥയോട് യുദ്ധം ചെയ്താണ് ആൾക്കാർ, നമ്മുടെ സൈനികർ വീരചരമം പ്രാപിച്ചിരുന്നത്. ഇപ്പോൾ അതിനു വേണ്ടി അത്തരം ചരമങ്ങളുടെ വാർത്തകൾ വിരലിൽ എണ്ണാവുന്നത് പോലും ഇല്ല എന്നാണ് കിട്ടുന്ന വിവരം. നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും അപ്പാച്ചയുടെ വരവും നമുക്കേറെ അഭിമാനിക്കാവുന്നതാണ്. മോഡിയുടെ കരങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാകട്ടെ.
ഇന്ത്യൻ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും കൂടുതൽ ശക്തിയും ഇന്ത്യൻ കരുത്തും സൈന്യത്തിന് ഇന്ത്യൻ സൈന്യത്തിന് ഇതെല്ലാം അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.